അത് പഠിപ്പിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം, പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ആധ്യാത്മിക ജീവിതം വളർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു മുപ്പിരി ചരട് പോലെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആയുധമാണ് ഏത്? മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സ്നേഹമാണ്. അത് മറ്റ് മതസ്ഥരായിട്ടാണെങ്കിലും അവർക്ക് പരിശുദ്ധ അമ്മയോട് അങ്ങേയറ്റം സ്നേഹമാണ്. ആലോചിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒരു ദിവ്യമായ രഹസ്യമാണ്. കണക്കാണ് തലയ്ക്കകത്തുള്ളത്. എന്ത് കിട്ടും, എങ്ങനെയാകും, നാളെ എന്താകും, ഇങ്ങനെ 100,000 കാര്യങ്ങൾ തലയ്ക്കകത്തോട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ ഹൃദയത്തിന്റെ പ്രത്യേകത, ഹൃദയം സ്നേഹത്തിന്റെ സ്ഥലമാണ്. അയൽവാസികളെ കാണുമ്പോൾ നമുക്ക് പറയാം, എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല പലർക്കും, കാരണം പ്രാർത്ഥനയില്ല. അതാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ, പ്രാർത്ഥനയുടെ ബലം. പ്രൈസ് ദി ലോർഡ്. ചൊല്ലുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചെന്നൊരു സഹായം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. എവിടെ ഇരുന്ന് മരിക്കാനാണ് ആഗ്രഹം? എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? ICUവിൽ കിടന്ന്, വെന്റിലേറ്ററിൽ കിടന്ന്, എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? അപ്പൊ ഇപ്പോഴേ പ്രാർത്ഥിച്ചിട്ടാലുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം കൂടെ തലയ്ക്ക് മുകളിൽ കിടന്ന് നമുക്ക് നല്ല മരണം കിട്ടും. എന്തിനാണ് ഇങ്ങനെ ചൊല്ലുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ വണങ്ങേണ്ടതുണ്ടോ എന്നിങ്ങനെ 100,000 ചിന്തകൾ പലരുടെയും തലയ്ക്കകത്തുണ്ട്. ആ ചിന്തകൾ അത് തെറ്റായ എതിർ ചിന്തകളാണ്. ഈ ലോകം സമ്മാനിക്കുന്ന അനേക തെറ്റായ ബോധ്യങ്ങളാണ്. ആധ്യാത്മിക ജീവിതം, സ്പിരിച്വൽ ലൈഫ് ബെറ്റർ ആക്കാൻ, വളർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും മുറുകെ പിടിക്കേണ്ട ആയുധമാണ് ഏത്? ജപമാല. അതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മാത്രമല്ല, എല്ലാ മാർപ്പാപ്പമാരുടെയും ജീവിതം എടുത്ത് പഠിച്ചാൽ ഒരു കാര്യം പഠിപ്പിക്കും. എന്നറിയാവോ? ജപമാല ഇങ്ങനെ ചേർത്ത് പിടിച്ച ജീവിതം. സഭയിലെ എല്ലാ ശുശ്രൂഷകരുടെയും ജീവിതം എടുത്ത് പഠിച്ചോളൂ. വിശുദ്ധരായിട്ടുള്ളവരുടെയൊക്കെ ജീവിതം എടുത്ത് പഠിച്ചോളൂ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഈ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്ന വലിയ ഒരു അഭിഷേകമുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക. കാരണം എപ്പോഴും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ച് ഇന്ന് വിശുദ്ധനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞു വചനം നമ്മളൊന്ന് വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് സഭാപ്രസംഗകന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം. അത് പഠിപ്പിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം, പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. ആ വചനം കിട്ടിയോ? ഒന്ന് തുറന്ന് വായിച്ചേ. സഭാപ്രസംഗന്റെ പുസ്തകം ബൈബിൾ തുറക്കൂ, എന്നിട്ട് കണ്ടുപിടിച്ച 4-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം വായിക്കാം. സഭാപ്രസംഗകൻ 4:12. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. എന്താണ് മുപ്പിരി പറഞ്ഞേ? കേട്ടിട്ടുണ്ടോ? മുപ്പിരി ചരട് ഇല്ലേ? മുതിർന്നവര് കേട്ടിട്ടുണ്ടാവും. ന്യൂ ജനറേഷൻ അധികം പരിചയമില്ലാത്തൊരു കാര്യമാണ് മുപ്പിരി ചരട്. വേഗം പൊട്ടുകയില്ല. ഒന്നും കൂടെ ആ വാചനം ഒന്ന് വായിച്ച് കേൾക്കാം. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു ചരടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വചനം ആരംഭിക്കുന്നത്. ചരട്, കയറ്. നിങ്ങൾ കയറ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ കയറ് നിത്യോപയോഗ വസ്തുവാണ് കയറ്. എനിക്കത് നന്നായിട്ട് അറിയാൻ കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറ് പിരിക്കുക എന്ന് പറയുന്ന ഒരു തൊഴിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചേർത്തല പ്രദേശങ്ങളിലൊക്കെ കയറ് പിരിക്കുക, വീട്ടിലൊക്കെ ചെറുപ്പകാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ കയറ് പിരിക്കും. അതൊരു വലിയ തൊഴിലാണ്. കയറ്, ചകിരി കൊണ്ട് കയറ് പിരിക്കും. അതൊരു വരുമാന മാർഗമാണ്. അപ്പൊ അങ്ങനെയുള്ള കയറിന്റെ ഒരു പ്രത്യേക തരം കയറിനെ കുറിച്ചാണ് വചനം പറയുന്നത്. മുപ്പിരി കയർ, മുപ്പിരി ചരട് എന്ന് പറയും. മുപ്പിരി ചരട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചരടും ചേർത്ത് വെച്ചുണ്ടാക്കുന്നതാണ്. നല്ല ബലമാണ്. അത് പൊട്ടിപ്പോയല്ല.
അത് പൊട്ടിപ്പോയില്ല. ഒറ്റച്ചരടല്ല. ഒറ്റച്ചരടാണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ, ഒറ്റക്കയറാണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റും. രണ്ടെണ്ണാണെങ്കിലും അത്ര എളുപ്പമല്ല. പക്ഷേ കട്ടി കൂടിയതാണ് ഏത്? മുപ്പിരിച്ചരട്. മുപ്പിരിച്ചരട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആധ്യാത്മിക ജീവിതം വളർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു മുപ്പിരിച്ചരട് പോലെ ദേ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആയുധമാണ് ഏത്? പറഞ്ഞേ. ജപമാല. ഈ ജപമാല പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ ശത്രുവിന് സാധ്യമല്ലെന്ന്. സാധ്യമല്ല. നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ പെട്ടുപോകും. ശത്രുവിനെ നിന്നെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. എന്നാൽ ഈ മുപ്പിരിച്ചരട് പിടിച്ചിരിക്കുന്ന ഒരുത്തന്റെ ജീവിതത്തിൽ അവനെ കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനത്തിൽ ഈശോ നമ്മളോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? 2 3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. ഒറ്റയ്ക്കല്ല. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചിലർ ചോദിക്കാറില്ലേ, ഞാൻ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? ഇവിടം വരെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തിനാ ഇത്ര ത്യാഗം സഹിച്ച് ഇവിടെ വന്നത്? ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ എന്നൊക്കെ വിളിക്കുന്നു. അതിന്റെ ബലം എന്താ? 2 3 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നിടത്ത് അവിടെ ഒരു മൈറ്റി പവർ ഉണ്ട്. അവിടെ തിന്മയ്ക്ക് തൊടാൻ പറ്റില്ല. അവിടെ വലിയൊരു അഭിഷേകമുണ്ട്. ജപമാല നമ്മുടെ കയ്യിൽ തന്നിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇതൊരു നിന്റെ ജീവിതത്തിലെ ഒരു മുപ്പിരിച്ചരട് പോലെ ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സത്യമായും ഇതൊരു മുപ്പിരിച്ചരടല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇത്രയും ഡീപ്പായ തിയോളജിയുള്ള വേറൊരു പ്രാർത്ഥനയുണ്ടോ? അല്ലേ? ജപമാല. ഇത്രയും ആഴമുള്ള ദൈവശാസ്ത്രം അടങ്ങിയ മറ്റൊരു പ്രാർത്ഥനയുണ്ടോ? ഇല്ലെന്ന്. അതേസമയം തന്നെ ഇത്രയും സിമ്പിളായ മറ്റൊരു പ്രാർത്ഥനയുണ്ടോ? ഒരേ സമയത്ത് അങ്ങേറ്റം ഹയർ തിയോളജിയാണ്, പക്ഷെ അതേസമയം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന ജപമാല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് സാധാരണക്കാരനും ചെല്ലാം ഏത്? ജപമാല. എത്ര വലിയ ഉന്നത സ്ഥാനീയനും ചെല്ലാം ഏത്? ജപമാല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത്രമേൽ ആഴമുള്ള ദൈവശാസ്ത്രമുള്ള, എന്നാൽ ഏതായാലും സാധാരണക്കാരന് ചെല്ലാവുന്ന, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ വലിയ ഒരിക്കലും പൊട്ടാത്ത ഒരു ചരട് പോലെ, മുപ്പിരി ചരട് പോലെ, ഒരിക്കലും തിന്മ നിന്നെ തൊടാതിരിക്കാൻ കർത്താവ് നിന്റെ കയ്യിൽ തന്ന, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിച്ചിരിക്കുന്ന ഈ ആയുധം, ഇതിനെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവർ, ഈ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ സന്തോഷത്തിന്റെ മാസമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തില് സെമിനാറിലൊക്കെ ചേരുന്നതിന് മുമ്പ് നാട്ടിലായിരുന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന വലിയൊരു സന്തോഷം ഒക്ടോബർ മാസം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള കുടുംബ കൂട്ടായ്മകളിൽ, വീടുകളിൽ മാറി മാറിയാണ് നമ്മൾ ജപമാല ചൊല്ലുന്നത്. വൈകുന്നേരങ്ങളിൽ ആ പ്രദേശത്തുള്ള ഒരു കുടുംബ കൂട്ടായ്മയിലുള്ള ഒരു 30 40 50 കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. എന്നാ വലിയ ഒരുക്കാന്നറിയോ ആ വീടിന്. ആ വീട്ടിൽ മനോഹരമായിട്ട് അലങ്കരിക്കും. ആ വീട്ടിൽ തന്നെയുള്ള ബന്ധുക്കളൊക്കെ പറ്റുമെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ആ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് വൈകുന്നേര സമയത്ത് ജപമാല ചൊല്ലും. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുന്ദരമായ എൻ്റെ ദേശത്തെക്കുറിച്ചുള്ള, എൻ്റെ ജന്മനാടിനെ കുറിച്ചുള്ള സുന്ദരമായ ഓർമ്മകളിൽ ഒന്നാണ് ഈ ഒക്ടോബർ മാസത്തിലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അങ്ങനെയാണ് എല്ലാ വീടുകളും. ക്രിസ്തീയ വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, മറ്റു മതസ്ഥരായിട്ടുള്ളവരും ഈ പ്രാർത്ഥനയ്ക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലതരത്തിലുള്ള വിശ്വാസ രീതികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഈ മാതാവിനോടുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ്. മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സ്നേഹമാണ്. അത് മറ്റ് മതസ്ഥരായിട്ടാണെങ്കിലും അവർക്ക് പരിശുദ്ധ അമ്മയോട് അങ്ങേയറ്റം സ്നേഹമാണ്. അപ്പൊ ഈ ജപമാല ചൊല്ലാൻ, ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലാൻ ഇങ്ങനെ കുടുംബങ്ങളിൽ കൂട്ടം കൂട്ടമായിട്ട് വൈകുന്നേരം വരും. ജപമാലയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ വീട്ടുകാരൊരു ചായയും എന്തെങ്കിലുമൊക്കെ ചെറിയ കടിയൊക്കെ തരും. അതൊരു കൊച്ചു വർത്താനൊക്കെ പറയും. അങ്ങനെ വളർന്ന ഒരു ബാല്യകാലം എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ,
കൈമോശം വന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാൻ, നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി പറയുന്നു, ആവേ മരിയ. രണ്ട് കരങ്ങൾ ഉയർത്തി, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മുപ്പിരി ചരടെന്നൊക്കെ പറഞ്ഞല്ലോ. അതായത് പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പല ധ്യാന ശുശ്രൂഷകൾക്കോ പല പ്രാർത്ഥനകൾക്കോ പോകാത്തതിന്റെ കാരണം പറയുന്നത്, എനിക്ക് ഈ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമില്ല. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ചിലര് നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്നാ ഒച്ചയാ, ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. വേറെ ചിലർ പറയുന്നത് എന്നതാ, എനിക്ക് ശാന്തമായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം, ഇങ്ങനെയുള്ള ഒച്ചയൊന്നും ഇഷ്ടമല്ല. വേറെ ചിലർ പറയും, എനിക്കിഷ്ടം മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ ആലയത്തിൽ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. പരിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് മധ്യസ്ഥ പ്രാർത്ഥന, അവർക്ക് ഇഷ്ടം വചനം ഒക്കെ പറഞ്ഞ് കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സ്വഭാവക്കാര് പല രീതികളിലുള്ളവരാണ് ഞാനും നിങ്ങളും. വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശരിയല്ലേ? അല്ലേ? അതെ, ഓരോരുത്തർക്കും ഓരോ ശൈലികളാണ്. എന്നാൽ ജപമാലയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇതെല്ലാം കൂടെ ചേർന്നതാണ് ജപമാല. ഹല്ലേലൂയ. നമ്മളതൊന്ന് അല്പസമയം പഠിക്കാൻ പോവാണ്. നോട്ട് ബുക്കൊക്കെ ഉള്ളവര് എഴുതിയെടുത്ത് പഠിക്കണം. ജപമാല 3 പ്രത്യേക പ്രാർത്ഥനകളുടെ ഒരു സംഗമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് മുപ്പിരി ചരടെന്നൊക്കെ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തിനെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സകല പ്രാർത്ഥനാ ശുശ്രൂഷകളുടെയും ഒരു ഹാർമണി, ഒരു കൂട്ടായ്മയാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ജപമാല ഒരു കണ്ടംപ്ലേറ്റീവ് പ്രയറാണ്, ധ്യാനിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. കണ്ടംപ്ലേറ്റീവ് പ്രാർത്ഥന. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് നിനക്ക് ധ്യാനിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഏത്? ജപമാല. ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ ചില സങ്കടങ്ങളും ഭാരങ്ങളൊക്കെ വരുമ്പോ ഈ ജപമാല എടുത്ത് ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഇതിങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ഗബ്രിയേൽ മാലാഖ നൽകിയ ആ വാഗ്ദാനത്തെ സ്വീകരിച്ച് അതിങ്ങനെ ശാന്തമായിട്ട് ധ്യാനിക്കുന്ന ഒരു വലിയ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു കണ്ടംപ്ലേറ്റീവ് പ്രയർ ആണ്. ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ മിസ്റ്ററിയാണ് ജപമാല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു മിസ്റ്ററിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രഹസ്യമാണ്. എന്ത് രഹസ്യം? അടക്കം പറച്ചിലല്ല, മറിച്ച് ഇതൊരു ദിവ്യമായ രഹസ്യമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യത്തെ നമ്മുടെ മുമ്പിൽ ഇതാ ഒരു പ്രാർത്ഥനയിലൂടെ തിരുസഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം, വളരെ പരിചിതമായ ഒരു വചനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. ദാസി അഥവാ ദാസൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യജമാനൻ പറയുന്നത് എന്തു വേണമെങ്കിലും ചെയ്തോളാം, യജമാനൻ പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊള്ളാം, എനിക്ക് എന്റേതായ ഒരു തീരുമാനവുമില്ല. എന്തായിരുന്നു ഈ പറയുന്ന ആളുടെ അവസ്ഥ എന്നറിയാവോ? ജീവിതത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിയിൽ ഒന്നും മനസ്സിലായില്ല പാവത്തിന്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മറിയത്തിന് മനസ്സിലായി, ഇതെന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഇതൊരു ദിവ്യമായ രഹസ്യമാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ അങ്ങനെ കുറെ ദിവ്യമായ രഹസ്യങ്ങളുണ്ട്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ സത്യമായ കാര്യം, നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും ഒരു ദിവ്യമായ രഹസ്യം പറയാമോ? ഏതെങ്കിലും ഡിവൈൻ മിസ്റ്ററികൾ എന്താണ് കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും മിസ്റ്ററികൾ അറിയാവുന്നത് പറയാവോ? ട്രിനിറ്റി, ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നതാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും ഒന്നാണ്. 3 പേരും ഒന്നാണ്. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല.
നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് 3 പേരും 1. അതെങ്ങനെ ശരിയാവും? 1 3 ശരിയാകുന്നില്ല. 3 പേരും 1 ആലോചിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒരു ദിവ്യമായ രഹസ്യമാണ്. പരിശുദ്ധ കുർബാന നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്നതാ ഈ പരിപാടി? ഒരു വൈദികൻ അപ്പമെടുത്ത് കയ്യിലെടുത്ത് ഉയർത്തുന്നു, വീഞ്ഞെടുത്ത് കയ്യിലെടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു ഇതെന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നു. നീ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുമോ? പറയൂ, മനസ്സിലാകുമോ? ഇല്ല. ഇതൊരു ദിവ്യമായ രഹസ്യമാണ്. നിങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ഒരു രഹസ്യമുണ്ട്. അതേതാണെന്നറിയാവോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരോടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവ്യമായ രഹസ്യം അതേതാണെന്നറിയാവോ? ചിലർക്കറിയാം. എന്താ? കല്യാണം കഴിച്ചവരെ ഒന്ന് കൈപൊക്കാമോ? കല്യാണം കഴിച്ചവര് കൈപൊക്ക. പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. കൊള്ളാം. കല്യാണം കഴിച്ചവരെ ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചത് അതൊരു ദിവ്യമായ രഹസ്യമാണ്. ചേട്ടന്മാരെ, ഇന്ന് വരെ നിങ്ങളുടെ ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? എവിടെ? ചേച്ചിമാര് ചിന്തിച്ചേ, നിങ്ങളുടെ ഭർത്താവിന് ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതാണ് മിസ്റ്ററി. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ട് നീ എന്നാണോ അളക്കുന്നത് അന്ന് ഡിവോഴ്സ് ആവും. ഇവളെ കൊണ്ട് എന്ത് ഗുണം? 5 പൈസയുടെ ഗുണമില്ല. ഒരു ചായ പോലും ഉണ്ടാക്കറിയാൻ പാടില്ല. ഇവളെ കൊണ്ട് എന്ത് ഗുണം? എന്ത് ഗുണമെന്ന് നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കുന്ന സമയം മുതൽ പോയി. മറിച്ച് പരിശുദ്ധ അമ്മ ഈ മിസ്റ്ററിയെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഒരൊറ്റ വചനം വായിച്ച് ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം അതിന്റെ 50-ഉം 51-ഉം വചനം വായിച്ച്. ചാപ്റ്റർ 2 വേഴ്സ് 50 and 51. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 2-ാം അധ്യായം 50-ഉം 51-ഉം വചനം വായിച്ചാലോ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. അവർ ഗ്രഹിച്ചില്ല. അവർക്ക് മനസ്സിലായില്ല. കണ്ടോ കണ്ടോ കണ്ടോ? ആർക്ക് മനസ്സിലായില്ല? പരിശുദ്ധ അമ്മയ്ക്കും ഔസേ പിതാവിനും മനസ്സിൽ ആയില്ല, ഗ്രഹിച്ചില്ല. എന്നാൽ വചനം പഠിപ്പിക്കുന്ന 51 വചനം വായിച്ചേ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എവിടെ? ഹൃദയത്തിൽ. തലയിലാണോ? അല്ല, ഹൃദയത്തിൽ. ഈ തലയും ഹൃദയവും തമ്മിൽ എന്നാ വ്യത്യാസമുണ്ടോ? തല എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന സ്ഥലമാണ്. കണക്കാണ് തലയ്ക്കകത്തുള്ളത്. എന്ത് കിട്ടും, എങ്ങനെയാകും, നാളെ എന്താവും, ഇങ്ങനെ 100,000 കാര്യങ്ങൾ തലയ്ക്കകത്തോട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ ഹൃദയത്തിന്റെ പ്രത്യേകത, ഹൃദയം സ്നേഹത്തിന്റെ സ്ഥലമാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നു. എന്നാൽ നീ എന്ത് ചെയ്യണം? അവയെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദിവ്യമായ രഹസ്യം. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ശാന്തമായി ധ്യാനിച്ചുകൊണ്ട് ചെല്ലേണ്ട പ്രാർത്ഥനയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ പരിശുദ്ധ അമ്മേനെ കൂട്ടിന് പിടിച്ചോണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അല്ലേ? അതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് കൂടെ നിന്ന് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഹൃദയം കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ കൃപ നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം, ജപമാല എന്നുള്ളത് കണ്ടംപ്ലേറ്റീവ് പ്രയർ ആണ്, ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്, ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് പോട്ട ശുശ്രൂഷകളുടെയൊക്കെ പ്രത്യേകത എന്താ ഈ പലതരം പ്രാർത്ഥനാ ശുശ്രൂഷകളുണ്ടല്ലോ. നമ്മുടെ ഈ പോട്ട മിനിസ്ട്രിയൊക്കെ വളർന്നതിന് ശേഷം ലോകമെമ്പാടും ഉയർന്ന ഏറ്റവും വലിയ തരംഗം എന്താണെന്നറിയോ? മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന, അതായത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഒരു വ്യക്തി തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇടവകക്കാർക്ക്, അയൽവാസികൾക്ക്, രോഗികൾക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ എഫക്റ്റ് ആണ്. ഒന്ന്, നിന്റെ പ്രാർത്ഥന അവർക്ക് ലഭിക്കുന്നുവെന്ന് മാത്രമല്ല, ആ പ്രാർത്ഥന വഴി നിനക്കും അനുഗ്രഹം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേ. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലേ? ആ പ്രാർത്ഥന നമുക്ക് ഉച്ചത്തിൽ ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ. നീ ജപമാല എടുത്ത് ഓരോ രഹസ്യങ്ങളും ചെല്ലുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണേ. ജപമാല ചൊല്ലി പരിശീലനമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ, ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയാൽ അറിയിച്ചു. എന്നിട്ട് നമ്മൾ ഒരു രഹസ്യം ചെല്ലുമ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോളൂ, ഒരു നിയോഗം സമർപ്പിക്കണം. അതേതുമാവാം, ഒരു നിയോഗം, ശുദ്ധമായ ഒരു നിയോഗം സമർപ്പിക്കുക. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഒന്നാം രഹസ്യം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്നിട്ട് അത് ചെല്ലണം. അപ്പൊ മാതാപിതാക്കൾക്ക് അതിന്റെ അനുഗ്രഹം കിട്ടും. ഇപ്പൊ രണ്ടാം ദിവ്യരഹസ്യത്തിൽ എന്താണ്? രണ്ടാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിയെ കണ്ട് 6 മാസത്തോളം അല്ലെ അവിടെ ശുശ്രൂഷ ചെയ്ത രഹസ്യം എന്ത് ചെയ്യണം? എൻ്റെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ചൊല്ലണം. അപ്പൊ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ അവർക്ക് നിത്യശാന്തി ലഭിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും അല്ലേ? സന്തോഷത്തിന്റെ മൂന്നാം രഹസ്യത്തിൽ ഇതാ ബെത്ലഹേം നഗരിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കുട്ടിൽ കിടത്തി യേശുവിന്റെ ജനനം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നിന്റെ കുടുംബത്തിലുള്ള മക്കള്, സഹോദരങ്ങൾ, കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടി കർത്താവെ ഞാനിത് അങ്ങോട്ട് അർപ്പിക്കുന്നു. എന്താ ഗുണമെന്നറിയോ? ആ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും അത് അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹമായിട്ട് കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാം രഹസ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ ദേവാലയത്തിൽ എത്തിച്ചു, ശിമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ അയൽവാസികൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറയുന്നു, നിങ്ങളെ ദ്രോഹിക്കുന്നു. ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ചൊല്ലണം. അവരെ ഓർത്ത് ജപമാല ചൊല്ലണം. നാലാം രഹസ്യം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പൊ നമ്മൾ മനസ്സിൽ കാണണം, അപ്പുറത്തെ വീട്ടിലെ സാറാമ്മ, ഇപ്പുറത്തെ വീട്ടിലെ എലിസബത്ത്, അപ്പുറത്തെ വീട്ടിലെ തോമാച്ചൻ, ഇവർക്കെല്ലാവർക്കും വേണ്ടി ഇരിക്കട്ടെ പ്രാർത്ഥന. അഞ്ചാം രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷത്തിന് അഞ്ചാം രഹസ്യം, ദേവാലയത്തിൽ വെച്ച് കാണാതായി വീണ്ടും കണ്ടെത്തിയതുമായിട്ടുള്ള ദിവ്യരഹസ്യം. ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങളുടെ ഇടവക ദേവാലയം, വികാരിയച്ഛൻ, സിസ്റ്റേഴ്സ്, അവരുടെ മുഖം മനസ്സിൽ കാണണം, എന്നിട്ട് അർപ്പിക്കണം, ജപമാല ചെല്ലണം. അപ്പൊ നാളെ നിങ്ങൾ അവരെ കാണുമ്പോൾ അച്ഛനോട് പറയാ, അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ പറയണം, സിസ്റ്റേഴ്സെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അയൽവാസികളെ കാണുമ്പോൾ നമുക്ക് പറയാം, എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല പലർക്കും, കാരണം പ്രാർത്ഥനയില്ല. പലരും നമ്മുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം. ഹല്ലേലൂയ. ഇങ്ങനെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ മാത്രമല്ല, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, മഹത്വത്തിന്റെ രഹസ്യങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിയോഗവും വെച്ച് പ്രാർത്ഥിക്കണം. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ജപമാല കണ്ടംപ്ലേറ്റീവ് പ്രയറാണ്, ഇന്റർസെസറി പ്രയറാണ്. മൂന്നാമതായിട്ട് ഇതൊരു വോക്കൽ പ്രയറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് അല്ലേ? പ്രത്യേകിച്ച് കൂട്ടായ്മയിലൊക്കെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് തുടങ്ങി കൊടുത്താൽ പോരെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ പഠിച്ച ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ഏതാ? നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയായിരിക്കണം. ഇതാണ് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയത്. നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ, ചെറുപ്പത്തിൽ
നമുക്ക് ഭാഷാ പഠനം തുടങ്ങി ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ തുടങ്ങിയ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം. നിങ്ങൾ ഇതിനിടയിൽ പലതരം പ്രാർത്ഥനകൾ കണ്ടു കേട്ടു വളർന്നു. ഞാനെന്ന വൈദികൻ ഫിലോസഫി പഠിച്ചു, തിയോളജി പഠിച്ചു, 12 വർഷം സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം 20 വർഷമായി വൈദികനായിട്ട്. എങ്കിലും ഒത്തിരി പ്രാർത്ഥനകൾ കണ്ടു കേട്ടു അനുഭവിച്ചു. എങ്കിലും നന്മ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ കിട്ടുന്ന ആ അഭിഷേകം അത് വേറെ ഒന്നിനെയും വെച്ചും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അതിസുന്ദരമായ പ്രാർത്ഥന നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിച്ച പ്രാർത്ഥനയാണ്. മുറുകെ പിടിച്ചോണം. വോക്കൽ പ്രയർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് കുടുംബത്തിലൊക്കെ ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ, അല്ലേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയുടെ ബലമതായിരുന്നു ഒരു കാലഘട്ടം വരെ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ വൈകുന്നേര സമയത്ത് ആരെങ്കിലും ആ റോഡിലൂടെ കടന്നു പോവുകയാണ്. ഒരു 7:30-8 മണി സമയത്ത് റോഡിലൂടെ പോയാൽ ചുറ്റുവട്ടത്ത് വീട്ടിൽ നിന്ന് ഉയർന്നിരുന്നത് എന്തിന്റെ സ്വരമാണെന്നറിയാവോ? എന്തിന്റെ സ്വരമാ? ഇന്ന് ഉയരുന്ന പോലെയല്ല. ഇന്ന് എന്തിന്റെ ഉയർച്ചയാണ്? ഇന്ന് പല വീടിലും സീരിയലിന്റെ ഉയർച്ചയാണ്. സീരിയലിന്റെ കരച്ചിലും വിഷമങ്ങളും കണ്ണുനീരുമാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഉയർന്നിരുന്നത് ജപമാലയുടെ ദിവ്യരഹസ്യങ്ങളാണ്. ജപമാല വീട്ടിൽ നിന്ന്, ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒച്ച കേൾക്കാം. ഈ ജപമാല ചൊല്ലിയതിനു ശേഷം പിന്നെ മാതാവിന്റെ ഒരു പാട്ടം കൊണ്ട് പാടും, അല്ലേ? അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഗായകർ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ എന്നാ പാട്ടാണ്! പള്ളിയിൽ പാടാൻ അവസരം കിട്ടാത്തവര്, പബ്ലിക്കായിട്ട് വേറെ സ്ഥലത്ത് പാടാൻ അവസരം കിട്ടാത്തവരൊക്കെ പാടി പഠിച്ച ഇടമാണ് നമ്മുടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എത്രയും ദയയുള്ള മാതാവേ ഇങ്ങനെ പാടി അങ്ങോട്ട് ശക്തമുയർത്തി അങ്ങോട്ട് കൂടുമ്പോൾ അപ്പുറത്ത് അങ്ങേറ്റത് വീട്ടിൽ നിന്ന് കേൾക്കാം നിത്യസഹായനാഥേ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേൾക്കാം, അല്ലേ, പരിശുദ്ധ അമ്മേനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വൈകുന്നേരങ്ങൾ, സായാഹ്നങ്ങൾ. അതാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ, പ്രാർത്ഥനയുടെ ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജപമാല ഇത് മുപ്പിരി ചരടാണ്, പൊട്ടിപ്പോയല്ല. ഉറപ്പിച്ചു പിടിച്ചോണം. ഇത് നമ്മുടെ ജീവിതത്തിലെ ബലമാണ്. പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ വ്യക്തികളിലും ഇത് അനുഗ്രഹമായിട്ട് മാറും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന 5 അനുഗ്രഹങ്ങളും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുത്ത് പഠിച്ചോണേ. ഇത് വലിയ അനുഗ്രഹം. കർത്താവ് വെളിപ്പെടുത്തിയ 5 അനുഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ അനുഗ്രഹം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധ അമ്മ സഹായിക്കും. പരിശുദ്ധ അമ്മ നിത്യസഹായകയാണ്. പരിശുദ്ധ അമ്മ സഹായിക്കും. ശ്രദ്ധിച്ചേ, എന്ത് ചെയ്യും? സഹായിക്കും. എങ്ങനെയുള്ളവരെ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ. ഇതൊന്നും ചെല്ലാതെ പരീക്ഷയാവുമ്പോഴത്തേക്ക് മാതാവേ ഒരു പാക്കറ്റ് മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാമേ, എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കണേ, അങ്ങോട്ട് ചെന്ന് പറയാനായിട്ട് ഒരു ചളിപ്പെങ്കിലും വേണ്ടേ? ചൊല്ലുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചെന്നൊരു സഹായം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ചോദിക്കും, നീ ആരാ? നിന്നെ ഞാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് പരിശുദ്ധ അമ്മയോട് അപരിചിതമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജപമാല ചൊല്ലുന്നില്ല എന്നുള്ളതാണ്. ജപമാല ചൊല്ലുന്ന ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാം. കാരണം പരിശുദ്ധ അമ്മ നിത്യസഹായകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പുത്രരിൽ നിന്ന്, അതായത് മകൻ ഈശോയിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു മേടിച്ചു തരും. യെസ്, ഷീ വിൽ ഇന്റർസീഡ് ഫോർ യു. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ വീട്ടിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി പുത്രന്റെ മുമ്പിൽ യാചിച്ചതുപോലെ നിന്റെ ഒരാവശ്യം വന്നാൽ നിന്റെ ആവശ്യം പരിശുദ്ധ അമ്മയുടെ ആവശ്യമായിട്ട് അമ്മ പരിഗണിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബം ഈശോയെയും മറിയത്തെയും ക്ഷണിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചെന്ന് അവരുടെ വീട്ടിലുള്ളവര് പരിശുദ്ധ അമ്മനെ വിളിച്ച്, മറിയമേ നിന്റെ മകൻ ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് ചെന്ന് ഈ കാര്യങ്ങളിൽ ഇടപെടണം, ആ മകനോട് പറയാവോ? അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡേഷൻ നടത്തിയതായിട്ട് കാണുന്നുണ്ടോ? ഇല്ലെന്ന്. പരിശുദ്ധ മറിയം ആ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അമ്മ ആ കാര്യങ്ങളിൽ എല്ലാം ഇടപെട്ടോളും. നീ പറയണ്ട.
പുത്രനോട് പറഞ്ഞ ആ കാര്യത്തിൽ ഇടപെടുത്തും. ജപമാല ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മ പെട്ടെന്ന് ആ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെടും. പുത്രനോട് പറഞ്ഞ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കി തരും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. മൂന്നാമത്തെ ഗുണം എന്താണെന്നറിയാവോ? തെറ്റായ ബോധ്യങ്ങൾ നിർവീര്യമാവും. എന്താണ് തെറ്റായ ബോധ്യങ്ങൾ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ തലയ്ക്കകത്തെ ഈ തെറ്റായ ബോധ്യങ്ങൾ അധികം ഇരിക്കത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ തെറ്റായ ബോധ്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. എപ്പോഴൊക്കെയാ? ഇപ്പൊ ഒരു യൂട്യൂബിൽ നമ്മളൊരു കാര്യം കണ്ടു, അപ്പൊ ഉടനെ തന്നെ നമ്മുടെ തല അത് ശരിയാ, ഇതാണ് ശരി. വൈകുന്നേരം അന്തിച്ചർച്ച, ടെലിവിഷൻ ചർച്ച കണ്ടു, ഉടനെ തന്നെ നമ്മുടെ തലയ്ക്ക് അയ്യോ ഇങ്ങനെയാണോ, നമ്മുടെ തലയ്ക്കകത്തോട്ടത് കയറി. ഇങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ സ്ക്രൂ പോലെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കയറുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതിനെ വിവേചിച്ചറിയാൻ, നിർവീര്യമാക്കാൻ ഏറ്റവും നല്ല പവർഫുൾ ആയുധം എന്താണ്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബന്ധുജനങ്ങൾ ആരെങ്കിലും ഒരു തെറ്റായ വിശ്വാസം, തെറ്റായ കാര്യങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ജപമാല പിടിച്ചു കൊടുത്തിട്ട് അവരോട് പറയണം, ജപമാല ചൊല്ലാൻ പറഞ്ഞാൽ ആ വിഷയത്തിൽ പരിശുദ്ധ അമ്മ പെട്ടെന്ന് അവരുടെ തെറ്റായ ബോധ്യങ്ങൾ നീക്കി അവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവും. നിത്യത, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഇതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു അവബോധവും മരണഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു കാരുണ്യമാണ്, കൃപയാണ്, നിത്യതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തത് എന്താ പ്രത്യേകത? നല്ല മരണം കിട്ടും. നല്ല മരണം. എന്ത് മരണം? നല്ല മരണം. നിങ്ങൾക്ക് എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ലേ? മരിക്കുമോ? മരിക്കും. മരിക്കും ഉറപ്പാ. നിങ്ങൾക്ക് മരിക്കുമ്പോൾ എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? എവിടെ ഇരുന്ന് മരിക്കാനാണ് ആഗ്രഹം? എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? ICUവിൽ കിടന്ന്, വെന്റിലേറ്ററിൽ കിടന്ന്, എവിടെ കിടന്ന് മരിക്കാനാണ് ആഗ്രഹം? സ്വന്തം വീട്ടില്? ചിലരുടെയൊക്കെ മരണത്തിന് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടുകാരനോട് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചെന്നാൻ പറ്റി, കണ്ടു നിൽക്കാൻ പറ്റണില്ല അച്ഛാ. യോ, ഒരു രോഗം വന്നിട്ട് കിടപ്പെന്ന് പറഞ്ഞ 1 2 അല്ല, ഇപ്പൊ 3 വർഷങ്ങൾ കഴിഞ്ഞു. അച്ഛാ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അമ്മ മരിക്കാൻ വേണ്ടി കുർബാന അർപ്പിച്ചോണ്ടിരിക്കുക. കുർബാന എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കട്ടെ അച്ഛാ. എന്തൊരു ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ, വിഷമം, സങ്കടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരിക്കൽ മരിക്കും. നല്ല മരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചൊരുങ്ങി അനുദപിച്ചുള്ള മരണം, അതാണ് നല്ല മരണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ ഇപ്പോഴേ പ്രാർത്ഥിച്ചിട്ടാലുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം കൂടെ തലയ്ക്ക് മുകളിൽ കിടന്ന് നമുക്ക് നല്ല മരണം കിട്ടും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ തീരുമാനം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളുടെ മുമ്പിലാണെങ്കിലും ജപമാല അങ്ങോട്ട് വിടരുത്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിൽ ജപമാല വിടരുത്. എല്ലാ ദിവസവും സന്തോഷത്തിന്റെ, പ്രകാശത്തിന്റെ, ദുഃഖത്തിന്റെ, മഹത്വത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചോണം. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലി ഇട്ടോണം. നമ്മൾ ചെല്ലുന്ന ഓരോ ജപമണിയും വെറുതെ പോകത്തില്ല കേട്ടോ. നീ ചെല്ലുന്ന ഓരോ ജപമണിയും നീ വിചാരിക്കുന്നു എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുന്നെന്നൊക്കെ ചിലർ ചിന്തിക്കും. ഇത് ബോറടിക്കുന്ന പണിയല്ലേ? അല്ലെന്ന്. സ്നേഹമുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് ചെയ്യത്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പലതവണ ആ വ്യക്തിയോട് പറയും, എനിക്ക് നിന്നെ സ്നേഹമാണ്, ഐ ലവ് യു. സ്നേഹത്തിന്റെ പ്രകടനമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നില്ലേ?
ഉദാഹരണത്തിന് ഭക്ഷണം വർഷത്തിൽ ഒരു ദിവസമാണോ കഴിക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസമാണോ കഴിക്കുന്നത്? ഒരു ദിവസത്തിൽ ഒരു നേരമാണോ കഴിക്കുന്നത്? അല്ല, എണ്ണമില്ലാതെ കഴിക്കുന്ന ചിലരുണ്ട്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു. ജപമാല നമ്മൾ ആവർത്തിച്ച് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഒരു സെൽഫ് അഫർമേറ്റീവാണ്. സ്വയം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുവാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നമ്മളത് ചൊല്ലുമ്പോൾ അത് അഫർമേറ്റീവാണ്. നമ്മൾ നമ്മളോട് തന്നെ വിശ്വസിച്ച് ഏറ്റെടുക്കുവാണ്. വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാടി എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് വേണം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, ജപമാല എടുത്ത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം ആർക്കെങ്കിലും ജപമാല ചൊല്ലാൻ മടി, വിരസത, ബോറടിക്കുന്നു, ഉറക്കം വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജപമാല ചൊല്ലാൻ മടി, അലസത, അസ്വസ്ഥത. എന്തിനാണ് ഇങ്ങനെ ചൊല്ലുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ വണങ്ങേണ്ടതുണ്ടോ എന്നിങ്ങനെ 100,000 ചിന്തകൾ പലരുടെയും തലയ്ക്കകത്തുണ്ട്. ആ ചിന്തകൾ അത് തെറ്റായ എതിർ ചിന്തകളാണ്. ഈ ലോകം സമ്മാനിക്കുന്ന അനേക തെറ്റായ ബോധ്യങ്ങളാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൃപ സ്വീകരിക്കപ്പെടാൻ ഞങ്ങളെയും ഒരുക്കണമേ. കരങ്ങൾ 2 ഉയർത്തിപ്പിടിച്ച് പുത്രനായ യേശുവിന്റെ പക്കല് നമ്മുടെ ഈ നിയോഗങ്ങൾ സമർപ്പിക്കുക. ജപമാല ചൊല്ലാൻ മടിയുള്ളവര്, അലസതയുള്ളവര്, അസ്വസ്ഥരായവര് അവരുടെ മടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായൊരു സാന്നിധ്യ ശക്തി ഓരോ വ്യക്തികളിലേക്കും ചൊരിയപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. നിന്റെ കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തിരികെ പിടിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ അഭിഷേകം, വലിയ ശക്തി ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കട്ടെ. ആരാധന, 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 ആരാധന.